പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, വിവിധ കമ്മീഷനുകൾ. ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കാണ് പഠിക്കുന്നത് ഭരണപരിഷ്കാര കമ്മീഷനുകൾ. നോക്കൂ, പരിഷ്കരണ കമ്മീഷനുകൾ. അപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ അല്ലെങ്കിൽ ഭരണപരിഷ്കരണ കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്താണ്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ARC എന്ന് പറയുന്നത്. ARC, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. അപ്പോൾ എന്തിനാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഭരണ സംവിധാനത്തിൽ കൂടുതൽ അതിൻ്റെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിനും അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിനും കൂടുതൽ ഭരണത്തിൻ്റെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് ഭരണപരിഷ്കാര കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ വിവിധങ്ങളായ ശുപാർശകൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കും. ഇനി ചില കാര്യങ്ങളെ സംബന്ധിച്ച് നിയമനിർമ്മാണം ആവശ്യമാണോ, അത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും നിലവിലെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അവർ പഠനം നടത്തി, വിശകലനം നടത്തി, അതിനെ സംബന്ധിച്ച് ഒരു പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ശുപാർശകൾ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിക്കും. അതിനനുസരിച്ച് ഗവൺമെൻറ്റുകൾ നിയമനിർമ്മാണം നടത്തും. സോ ഇതാണ് ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ്റെ പ്രധാനമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഭരണപരിഷ്കരണ കമ്മീഷൻ സംസ്ഥാന ഭരണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കമ്മീഷനുകളാണ് ഭരണപരിഷ്കരണ കമ്മീഷൻ. നോക്കൂ, അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക, അത് കാര്യക്ഷമമാക്കുക. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇനി ഭാവിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഈ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്താം എന്നതിനെക്കുറിച്ച് നന്നായി പഠിച്ച് വിശകലനം ചെയ്ത് ശുപാർശകൾ ആർക്ക് സമർപ്പിക്കും? ഗവൺമെൻറ്റിന് സമർപ്പിക്കും. അത്തരത്തിലുള്ള കമ്മീഷനുകളെയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് 1956 സംസ്ഥാന സർക്കാർ രൂപീകരിച്ചതിന് ശേഷം 4 ഭരണപരിഷ്കരണ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ആ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എത്ര കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ 4 കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ 4 കമ്മീഷനുകൾ നമ്മൾ പഠിക്കണം. ഈ 4 കമ്മീഷനുകൾ ഏതൊക്കെയാണ്? അതിൽ നമുക്ക് നോക്കാം. 4 കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 കമ്മീഷനുകൾ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. 4 കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്ന് നമുക്ക് സുപ്രധാനമായി പറയാം. പ്രധാനമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ പറയുകയാണ്. അതിൽ ഒന്നാമത്തെ കമ്മീഷൻ 1957 കമ്മീഷനാണ്. 1957 ഒരു കമ്മീഷനുണ്ട്. അത് കഴിഞ്ഞ് 1965 ഒരു കമ്മീഷനുണ്ട്. അത് കഴിഞ്ഞ് 1997 ഒരു കമ്മീഷനുണ്ട്. അത് കഴിഞ്ഞ് 2016 ഒരു കമ്മീഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 കമ്മീഷനുകൾ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മീഷനുകൾ പ്രധാനമായിട്ടും 4 എണ്ണം. 1956 നവംബർ 1 കേരള സർക്കാർ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം, കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 4 കമ്മീഷനുകൾ കേരളത്തിൽ പ്രവർത്തിച്ചു. ഒന്ന് 1957 കമ്മീഷൻ, 2 1965 കമ്മീഷൻ, 3 1997, 2016 കമ്മീഷൻ. ഇനി ഇത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നോക്കൂ. ഒന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1957. ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1957. ഇപ്പം തന്നെ പഠിച്ചു പോകുക, നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഒന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ 1957. ഈ ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് 1956 നവംബർ 1. അതിനുശേഷം നിലവിൽ വന്ന ഗവൺമെൻറ് അതോടൊപ്പം അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിലെ ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ഏത് വർഷം 1957 1957 ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അല്ലേ. ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്. ആ EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ. രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 1965-ലാണ്. 1965-ലാണ് രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ വന്നത്. ആരാണ് ഈ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ? MK വെള്ളോടിയാണ്. MK വെള്ളോടിയാണ് കേരളത്തിലെ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1997 ആരാണ് അതിൻ്റെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ EK നയനാർ ആണ്. അപ്പോൾ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1957, ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1965, ചെയർമാൻ MK വെള്ളോടി. മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1997, ചെയർമാൻ EK നയനാർ ആണ്. ഇനി എന്നാൽ നാലാം ഭരണപരിഷ്കരണ കമ്മീഷൻ ആരാണ്? നിങ്ങൾക്കെല്ലാം സുപരിചിതമായൊരു കമ്മീഷനാണ് ഇത്. സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ആര് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുന്ന ഇതായിരിക്കും. പക്ഷെ തെറ്റാണ്. കേരളത്തിലെ നാലാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. കേരളത്തിലെ നാലാം ഭരണപരിഷ്കരണ കമ്മീഷൻ 2016 വന്നു. 2016 നാലാം ഭരണപരിഷ്കരണ കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദൻ ആണ്. അപ്പോൾ കേരളത്തിലെ നാലാം ഭരണപരിഷ്കരണ കമ്മീഷനാണ് VS അച്യുതാനന്ദൻ. നോക്കൂ, ഈ നാലാം ഭരണപരിഷ്കരണ കമ്മീഷനിൽ ഉണ്ടായിരുന്ന VSനോടൊപ്പം ഉണ്ടായിരുന്ന 2 അംഗങ്ങളുടെ ഉണ്ട്. ഒന്ന് ആരാണെന്ന് ചോദിച്ചാൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അംഗങ്ങൾ ഒന്ന് നീല ഗംഗാധരൻ ഒന്ന്. 2 CP നായർ. ആരാണ്? CP നായർ. അപ്പോൾ ഈ നാലാം ഭരണപരിഷ്കരണ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നീല ഗംഗാധരൻ, 2 CP നായർ ആണ്. ഈ നീല ഗംഗാധരൻ പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതുപോലെ CP നായറും ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മീഷൻ. നമുക്കൊന്നുകൂടെ നോക്കാം. ഞാനിവിടെ പറയുന്നു. ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ 1957 ആരാണ്? EMS അല്ലേ, EMS. രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1965 MK വെള്ളോടി. ആരാണ്? വെള്ളോടി അല്ലേ, MK വെള്ളോടി. മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1997 ആരാണ്? EK നയനാറാണ്. നാലാം ഭരണപരിഷ്കരണ കമ്മീഷൻ 2016 VS ആണ്. ഈ 2016 VS അധ്യക്ഷനായിട്ടുള്ള ഭരണപരിഷ്കരണ കമ്മീഷനിലെ അംഗങ്ങളാണ് നീല ഗംഗാധരനും CP നായരും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നീല ഗംഗാധരനെ കുറിച്ച് ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്താണ് ആ കാര്യം നമുക്ക് നോക്കാം. നീല ഗംഗാധരനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ള കാര്യം, നീല ഗംഗാധരൻ വനിതയാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. മറ്റൊരു പ്രത്യേകത, കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയും. KSCPCR എന്ന് പറയും. KSCPCR കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് കേരള സ്റ്റേറ്റ്, കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് കേരള സ്റ്റേറ്റ്, കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഈ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2013 അതിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ നീല ഗംഗാധരൻ ആണ്. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ നീല ഗംഗാധരൻ ആണ്.
മറ്റൊരു പ്രത്യേകതയും കൂടെ ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുക. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇവർ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ വനിതയാണ്. കേരളത്തിൽ ചീഫ് സെക്രട്ടറി ആയ വനിതകൾ വളരെ കുറച്ചേ ഉള്ളൂ. കേരളത്തിലെ 4 വനിതകളാണ് പ്രധാനമായിട്ടും ചീഫ് സെക്രട്ടറി ആയത്. ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ചീഫ് സെക്രട്ടറി ആയ വനിത ഒന്ന് ആരാണെന്ന് ചോദിച്ചാൽ പത്മ രാമചന്ദ്രൻ. ആരാണ്? പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രൻ ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ലിസി ജേക്കബ്. ആരാണ്? ലിസി ജേക്കബാണ്. ലിസി ജേക്കബ്, അല്ലേ? ലിസി ജേക്കബ്. ഇനി മൂന്നാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? നീല ഗംഗാധരൻ. മൂന്നാമത്തെ ആള് നീല ഗംഗാധരൻ. നീല ഗംഗാധരൻ. നാലാമത്തെ ആള് ആരാണെന്ന് ചോദിച്ചാൽ നളിനി നെറ്റോയാണ്. നളിനി നെറ്റോ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കേരളത്തിൽ ചീഫ് സെക്രട്ടറിയായ വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 പത്മ രാമചന്ദ്രൻ, 2 ലിസി ജേക്കബ്, 3 നീല ഗംഗാധരൻ, 4 നളിനി നെറ്റോ. അപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആയിരിക്കുമ്പോൾ അതിലെ 2 പ്രധാനപ്പെട്ട അംഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് നീല ഗംഗാധരൻ, മറ്റൊന്ന് CP നായർ. അതിൽ 2 പേരും പഴയ ചീഫ് സെക്രട്ടറിമാരായിരുന്ന ആൾക്കാരാണ്. നീല ഗംഗാധരൻ വനിതാ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. വനിതകൾ കുറച്ച് പേരേ ആയിട്ടുള്ളൂ. ഒന്നാമത്തെ കേരളത്തിൽ ചീഫ് സെക്രട്ടറി ആദ്യ വനിത ആരാണ്? പത്മ രാമചന്ദ്രൻ. രണ്ടാമത്തെ വനിത ലിസി ജേക്കബ്. മൂന്നാമത്തെ വനിത നീല ഗംഗാധരൻ. നാലാമത്തെ വനിത നളിനി നെറ്റോ. മറ്റൊരു പ്രത്യേകതയും കൂടി പറഞ്ഞു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയും. അത് നിലവിൽ വന്നത് 2013 അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ നീല ഗംഗാധരൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു. എന്താണ് നമ്മൾ പറഞ്ഞത്? ഭരണപരിഷ്കരണ കമ്മീഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഭരണപരിഷ്കരണ കമ്മീഷനുണ്ട്. ഇന്ത്യയിലെ ഭരണപരിഷ്കരണ കമ്മീഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ 1966 ജനുവരി മാസം 5 വന്നു. ഇന്ത്യയിലെ ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ 1966 ജനുവരി മാസം 5 വന്നു. ആ ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ആരാണ്? ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ആ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാ? മൊറാർജി ദേശായി. വർഷം ഏതാ? 1966 ജനുവരി മാസം 5 ഈ മൊറാർജി ദേശായി അധ്യക്ഷനായിട്ടുള്ള ഭരണപരിഷ്കരണ കമ്മീഷൻ ഒരുപാട് ശുപാർശകൾ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ചും അങ്ങനെയൊക്കെ ഒരുപാട് ശുപാർശകൾ ഈ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം രാജിവെച്ചു. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി. മൊറാർജി ദേശായി ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ അദ്ദേഹം ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് ശേഷം ആര് വരുന്നു? ഹനുമന്ത അയ്യ വരുന്നു, അല്ലേ? ഹനുമന്ത അയ്യ വരുന്നു. അപ്പോൾ ഏതാണ്? മൊറാർജി ദേശായി രാജിവെച്ചതിന് ശേഷം ഇന്ത്യയുടെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായതാരാണ്? ഹനുമന്ത അയ്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായ മൊറാർജി ദേശായിയാണ്. വർഷമേത 1966 ജനുവരി 5 അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി മാറിയപ്പോൾ അദ്ദേഹം അത് രാജിവെച്ചു. തുടർന്ന് ആരായി? ഹനുമന്ത അയ്യ ആയി മാറുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ വന്നത് 2005 ഓഗസ്റ്റ് 31. ഇന്ത്യയുടെ രണ്ടാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഓഗസ്റ്റ് 31. ആരാണെന്ന് ചോദിച്ചാൽ വീരപ്പ മൊയ്ലി ആണ്. ആരാണ്? വീരപ്പ മൊയ്ലി ആണ്, അല്ലേ? വീരപ്പ മൊയ്ലിയാണ്. പക്ഷേ ഇദ്ദേഹവും രാജിവെച്ചു. വീരപ്പ മൊയ്ലി രാജിവെച്ചപ്പോൾ അതിൽ ഒരു മെമ്പറായിരുന്ന ആൾ വീണ്ടും ചെയർമാനായി. ആരാണെന്ന് ചോദിച്ചാൽ വി രാമചന്ദ്രൻ. ആരാണ്? വി രാമചന്ദ്രൻ, അല്ലേ? വി രാമചന്ദ്രൻ അതിൻ്റെ ചെയർമാനായി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കേരളത്തിൽ എത്ര ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 4 ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ ഇന്ത്യയിൽ 2 ഭരണപരിഷ്കരണ കമ്മീഷനാണ്. ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ 1966 ജനുവരി 5-ന് മൊറാർജി ദേശായി അധ്യക്ഷനായിട്ടുള്ള ഭരണപരിഷ്കരണ കമ്മീഷൻ. അത് അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ അദ്ദേഹം രാജിവെക്കുന്നു. തുടർന്ന് ആരാകുന്നു? ഹനുമന്ത് ആകുന്നു. എന്നാൽ 2005 ഓഗസ്റ്റ് 31-ന് ഇന്ത്യയുടെ 2ാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ വന്നു. ആരാ ചെയർമാൻ? വീരപ്പ മൊയ്ലിയാണ്. പക്ഷെ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം രാജിവെച്ചപ്പോൾ ആര് വരുന്നു? വി രാമചന്ദ്രൻ വരുന്നു. അപ്പോൾ നമ്മൾ ഭരണപരിഷ്കരണ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മുടെ കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മീഷനെ കുറിച്ചാണ് ആ സ്ലൈഡ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ VS അച്യുതാനന്ദൻ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോൾ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ 2 അംഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, നീലാ ഗംഗാധരനും CP നായരും. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന് കീഴിലാണ് ഭരണപരിഷ്കാര കമ്മീഷൻ പ്രവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന് കീഴിലാണ് പ്രവർത്തിച്ച് വരുന്നത്? ഭരണപരിഷ്കരണ കമ്മീഷൻ പ്രവർത്തിച്ച് വരുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ ടോപ്പിക്. എന്താണ് ഭരണപരിഷ്കരണ കമ്മീഷൻ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഈ കമ്മീഷൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ, നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് സർക്കുലർ, ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കും, ഒരുപാട് ഗസറ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവരും. ഇതെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ കൃത്യമായ തർജിമ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ കേരള ഔദ്യോഗിക ഭാഷാ കമ്മീഷനാണ്. നമ്മുടെ കേന്ദ്ര ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ തയ്യാറാക്കുന്ന ഹിന്ദി നിയമാവലിയുടെ സൂക്ഷ്മ പരിശോധന നടത്തുകയും അവ മലയാളത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ട പരിഷ്കരണങ്ങൾ നിർവചിക്കുകയും ചെയ്യുന്ന കമ്മീഷനാണ് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കേന്ദ്ര ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ തയ്യാറാക്കുന്ന ഹിന്ദി നിയമാവലിയുടെ സൂക്ഷ്മ പരിശോധന നടത്തുകയും അവ മലയാളത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ട പരിഷ്കരണങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന കമ്മീഷനാണ് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ എന്ന് പറയുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ കേന്ദ്ര നിയമങ്ങളുടെ മലയാളം പതിപ്പ് ആധികാരികമായി പ്രസിദ്ധീകരിക്കാൻ അധികാരമുള്ള ഏക സ്ഥാപനം ഔദ്യോഗിക ഭാഷാ കമ്മീഷനാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കേന്ദ്ര സർക്കാർ ഒരുപാട് നിയമങ്ങൾ, അതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ, ഒരുപാട് സർക്കുലർ, ഇവയെല്ലാം നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ മലയാളം പതിപ്പ് വളരെ ഔദ്യോഗികമായി, വളരെ ആധികാരികമായിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ എന്ന് പറയുന്നത്. നോക്കൂ, കേന്ദ്ര സർക്കാർ ആക്റ്റുകളുടെ പരിഭാഷ, അച്ചടി, പ്രസിദ്ധീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നമ്മൾ പറഞ്ഞു, കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സർക്കുലറുകളുടെയൊക്കെ മലയാളം പരിഭാഷ നടത്തുന്നത് ഈ ഔദ്യോഗിക ഭാഷാ കമ്മീഷനാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ചെലവുകൾ വഹിക്കുന്നത് ആരാണെന്ന്? കേന്ദ്ര സർക്കാർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. നമ്മൾ 2 എണ്ണം പഠിച്ചു. അപ്പോൾ ഒന്നാമതായി നമ്മൾ പഠിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ ഭരണപരിഷ്കരണ കമ്മീഷൻ. കേരളത്തിലെ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചത്. പക്ഷെ അതിനകത്ത് നമ്മൾ ഇന്ത്യയിലെ ഭരണപരിഷ്കരണ കമ്മീഷനെ കുറിച്ച് കൂടി പറഞ്ഞു. ഇനി രണ്ടാമതായി പറഞ്ഞത് ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതും നമ്മൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരു ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു കോട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അത് നോക്കാം. എന്തൊക്കെ വൈകല്യങ്ങളുണ്ടെങ്കിലും അമ്മയുടെ മാറിലേക്കെന്ന പോലെ മാതൃഭാഷയോട് ഞാൻ പറ്റിച്ചേർന്ന് നിൽക്കും. എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ട പാൽ ചുരത്താൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ. ഗാന്ധിജിയുടെ സുപ്രധാനമായിട്ടുള്ള, വളരെ വിശിഷ്ടമായിട്ടുള്ള വാക്കുകളാണ് ഏതെന്ന് പറയുന്നത് ഇത്.
നമ്മുടെ കേരളത്തിൽ ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ 2004-2005 തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ നിയമിച്ചപ്പോൾ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ ആദ്യത്തെ വരി ഇതായിരുന്നു. തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ്റെ അദ്ദേഹം 2004-2005 ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ വരി ഇതായിരുന്നു. എന്താണ് ആ വരികൾ? ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വേർഡാണ്. നിങ്ങൾ മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ഈ വേർഡ് കൃത്യമായിട്ട് ചോദിക്കും. നോക്കൂ, നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഭംഗിയുള്ള ഒരു വാക്കുകൾ കൊണ്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൊട്ടേഷനാണ്. എന്തൊക്കെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും അമ്മയുടെ മാറിലേക്കെന്ന പോലെ മാതൃഭാഷയോട് ഞാൻ പറ്റിച്ചേർന്ന് നിൽക്കും. എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ട പാൽ ചുരത്താൻ ഭാഷയ്ക്ക് മാത്രമേ കഴിയൂ. ഏറ്റവും മനോഹരമായ ഗാന്ധിജിയുടെ ആ വാക്കുകൾ നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കുക നമ്മൾ ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിച്ചു, ചർച്ച ചെയ്തു. നിങ്ങൾ പഠിച്ചു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ലവണ്ണം പഠിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഉന്നതമായ റാങ്കിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നേയുള്ള റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സിലബസിലുള്ളതാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ അതിൻ്റെ മാർക്കും കൂടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ ആ ടോപ്പിൽ നിങ്ങൾക്ക് പഠിച്ച് ഏറ്റവും നന്നായി മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും നമുക്ക് കാണാവുന്നതാണ്.